ഹായ് സാമിയേട്ടാ. ഹായ്. ആഹ് എനിക്ക് ഒരുപാട് നാളുകളായിട്ട് കൾച്ചർ ഫോറത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു പരിചയമാണ്. കൾച്ചർ ഫോറം ബേസ് ചെയ്ത് നടക്കുന്ന എല്ലാവർക്കും നിങ്ങളെ പരിചയം ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴുള്ള ജനകീയ സമരങ്ങളിലും നിങ്ങൾ പങ്കെടുക്കാറുണ്ട് എന്നാണ്. ജനകീയപരമായിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യനായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെ? ഉം. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പാലിയേക്കര സമരമാണ്, അല്ലെ? അതെ. ഇത് ആദ്യം തുടങ്ങി വെക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് CPI-ML ആണ്. ആ ഒരു സമരത്തെ തുടങ്ങി വെക്കുന്നത്. ആ സമരം തുടങ്ങുന്നത് ലോകബാങ്കിനെതിരെ, BOT പദ്ധതികൾക്കെതിരെ ഇന്ത്യ ഒട്ടാകെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച ഒരു ജനകീയ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പാലിയേക്കര ടോൾ വിരുദ്ധ സമരം തുടങ്ങുന്നത്. പാലിയേക്കര ടോൾ വിരുദ്ധ സമരം മാത്രം പറയുമ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കുന്ന CPI-ML റെഡ് സ്റ്റാറിലെ സഖാക്കന്മാരാണ്. ഈ സമരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപേഷ് അതിനിടെ മകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഈ സമരം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഏത് ജനകീയ സമരങ്ങളെയും അടിച്ചമർത്താൻ ഭരണവർഗം ഇന്ത്യയിൽ ഉപയോഗിക്കാറുള്ള ഒരു പേരാണ് മാവോയിസ്റ്റുകൾ. രൂപേഷിൻ്റെയും ഷൈനയുടെയും സഖാക്കള്, രൂപേഷിൻ്റെയും ഷൈനയുടെയും മകള് പാലിയേക്കര ടോൾ സമരത്തിൽ വരുന്നു. വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാർത്ഥികൾ ഒരു ദിവസം സത്യാഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫുൾ ടൈം അവിടെ ഇരിക്കുന്നു, ഒരു ജാഥ നടത്തുന്നു. ഈ കുട്ടികൾ ജാഥയോടൊപ്പം സഞ്ചരിക്കുന്നു. ഇത് വെച്ചുകൊണ്ടാണ് അന്നത്തെ പുതുക്കാട് പോലീസ് റിപ്പോർട്ട് ചെയ്തത് ഈ സമരത്തിൽ നഗരമാവോയിസ്റ്റുകൾ നടത്തുന്ന ഒരു സമരമാണെന്ന്. കാരണം പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നിട്ട് തല്ലിക്കൊല്ലുക എന്നുള്ളത് പോലെ ജനകീയ സമരങ്ങളെ മുതലാളിമാർക്ക് വേണ്ടി അടിച്ചമർത്താൻ ഭരണകൂടം എടുക്കുന്ന ഏറ്റവും നല്ലൊരു പേരായിരുന്നു ഇത് മാവോയിസ്റ്റുകൾ നടത്തുന്ന സമരമാണ്. അതിൻ്റെ പേരിൽ ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും മാവോയിസ്റ്റുകളാക്കി. പക്ഷേ ആ സമരത്തിൻ്റെ പ്രത്യേകത അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രം നടത്തിയൊരു സമരമല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഇടതുപക്ഷ ചിന്താഗതിയുള്ള CPI-ML റെഡ് സ്റ്റാറും റെഡ് ഫ്ലാഗും അത് ഇടതുപക്ഷ ഏകോപന സഭ TP ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഏകോപന സമിതി എല്ലാം ആ സമരത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ അന്ന് ടോൾ പ്ലാസയിൽ ചെല്ലുമ്പോൾ പിരിവ് കൊടുക്കണം എന്നതിന് എതിരെ സമരം ചെയ്തത് ഇന്ന് വീട്ടിൽ നിന്ന് കാറ് റോട്ടിലിറക്കിയാൽ അപ്പോൾ തന്നെ ടാക്സ് ടോൾ ഈടാക്കുന്ന സ്കീം കൊണ്ടുവരുന്ന BJPയും അന്ന് ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. SDPI ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന സോളിഡാരിറ്റി അതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒത്തിരി സംഘടനകൾ SND ആ സമരത്തെ നയിച്ചത്, ആ കമ്മിറ്റിയെ നയിച്ചത് SNDPയുടെ താലൂക്ക് പ്രസിഡന്റ്. അതേസമയം കത്തോലിക്ക സഭയുടെ അനേക അച്ഛന്മാർ സ്ഥിരം ആ സമരത്തിൽ സജീവ പങ്കാളികളായിരുന്നു. ജാഥകൾക്കാണെങ്കിലും മീറ്റിങ്ങിനാണെങ്കിലും സത്യാഗ്രഹിക്കാനാണെങ്കിലും വൃദ്ധരായ അച്ഛന്മാരടക്കം ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരമല്ല, ജനങ്ങൾ തങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് നടത്തിയ ഒരു സമരം എന്നാണ് ആ സമരത്തിൻ്റെ പങ്കാളിയായിരുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു ജനങ്ങളുടെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ പോലും ജനകീയമായിട്ടുള്ള ഒരു സമരം കൂടിയായിരുന്നു അത്. തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള ആളുകൾ കൃത്യമായി ആ സമരത്തോടൊപ്പം നിന്നു എന്നുള്ളത് മുഴുവൻ ആളുകളല്ല. അന്ന് ഈ സമരം നടക്കുമ്പോൾ ടോൾ കമ്പനിക്കാർ കൊടുക്കുന്ന കൺസെഷന് വേണ്ടി ഈ സമരപ്പന്തലിൻ്റെ മുമ്പിലൂടെ തങ്ങളുടെ വീടിൻ്റെ ആധാരവും ചരിത്രവും ഒക്കെ വെച്ചുകൊണ്ട് പോയ ആളുകളെ എനിക്കറിയാം. എന്നാൽ അവർ തന്നെ പിന്നീട് ടോൾ കമ്പനി തങ്ങൾക്ക് തന്ന ആനുകൂല്യം വെട്ടിയപ്പോൾ സ്വാമി നമുക്ക് വീണ്ടും സമരം തുടങ്ങണം, എനിക്ക് തന്ന പാസ് റദ്ദാക്കി എന്ന് പറയുന്നത് കേൾക്കാനിടയായി. എല്ലാ ആളുകളും ആ സമരത്തോടു കൂടി ഉണ്ടായിരുന്നില്ല. കൃത്യമായി സാമൂഹ്യ ബോധമുള്ള ആളുകളായിരുന്നു ആ സമരത്തിൽ പങ്കാളികളായത്. പിന്നെ ഇതില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാബുസ്വാമി 28 ദിവസത്തോളം നിരാഹാരം കിടന്നുണ്ട്, അല്ലെ? ഈ നിരാഹാരം കഴിഞ്ഞ് നമ്മൾ ഇത് ചെയ്യുന്ന ടൈമിലൊക്കെ ഇപ്പൊ ഈ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഏതെങ്കിലും പാർട്ടികള് ഈ സമരത്തിലുണ്ടോ? ആ സമരം ഒരു തുടർ പ്രക്രിയ. ഇപ്പോഴും അതിന് കേസുകളെല്ലാം നടക്കുന്നുണ്ട്. അന്ന് സമരത്തിന് നിന്ന പലരും ഇന്ന് കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക തുടർച്ചയായിട്ട്. താങ്കൾക്കെതിരെ കേസുണ്ടോ? താങ്കൾക്കെതിരെ ഇപ്പോഴും കേസുണ്ട്? എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. അതിന്റെ ഭാഗമായുള്ള കേസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് നിരാഹാരം ഇരുന്ന പലരും ഇന്ന് രോഗികളായിട്ട് മാറിയിട്ടുണ്ട് ആ സമരത്തിന് ശേഷം, നിരാഹാരത്തിന് ശേഷം. അതിൽ നിന്ന് ഞങ്ങൾ 2-3 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ആരൊക്കെയാണ് രോഗികളായിട്ടുള്ളത്? ഇപ്പൊ അന്ന് അതിനുശേഷമാണ് ഹസീന 22 ദിവസം നിരാകരിച്ചു.
എൻ്റെ ആരോഗ്യസ്ഥിതി അതോടുകൂടി പോയി കിട്ടി. അജിതൻ സഖാവ് അതുപോലെ തന്നെ 20 ദിവസത്തിന് മുകളിൽ നിരാഹാരം ഇരുന്ന് 4 പേരായിരുന്നു. ഒന്ന് ഹസീന, ഒന്ന് സഖാവ് അജിതൻ, ഒന്ന് സഖാവ് ടി.എൽ. സന്തോഷ്, പിന്നെ ഞാൻ. ഇവരൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അതിൽ ഹസീന പ്രത്യക്ഷമായി തന്നെ ശാരീരികമായി തകർന്നു പോയി. ഓക്കെ. എന്നാൽ എനിക്കൊക്കെ സത്യത്തിൽ ആ നിരാഹാരം ഊർജ്ജമാണ് പകർന്നത്. കാരണം അത് ആ നിരാഹാരം കഴിഞ്ഞ ശേഷം ഞാൻ കോഴിക്കോടായിരുന്നു. RMBയിലെ സഖാക്കന്മാർ എനിക്ക് നൽകിയ തുടർ ശുശ്രൂഷകളും ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പോലുള്ള ആളുകളുടെ ഉപദേശപ്രകാരമുള്ള എൻ്റെ ഭക്ഷണക്രമീകരണം എന്നെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് എനിക്കതൊരു ഊർജ്ജമായിട്ടാണ്. ഞാൻ പറയാം, ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഇനി ഒരു 10-25 ദിവസം കൂടി ഇരുന്നായിരുന്നെങ്കിൽ ഒന്നോടെ ആരോഗ്യം വീണ്ടെടുക്കാമായിരുന്നു. യാതൊരുവിധ ശാരീരിക അസ്വസ്ഥതകളും എന്നെ ഒന്നും ബാധിച്ചില്ല. ഈ സമരം, ഞാൻ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത്, ആ സമരം BOT എതിർക്കപ്പെടേണ്ടതാണ്, ട്രോൾ എതിർക്കപ്പെടേണ്ടതാണെന്നൊരു ധാരണ കേരളത്തിലെമ്പാടും കൊടുത്തു എന്നുള്ളതാണ്. പാലിയേക്കര സമരം തുടങ്ങുന്നതിന് മുമ്പ് ട്രോൾ കമ്പനികൾക്കെതിരെ ഒരു സ്ഥലത്തും ആളുകൾ റോഡ് ഏറ്റെടുത്തപ്പോൾ, സ്ഥലം ഏറ്റെടുത്തപ്പോൾ പോലും മിണ്ടിയിട്ടില്ല. കൊച്ചിയിലിറക്കാം. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചോടത്താണ് വൻകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം, കോൺഗ്രസും CPM-ഉം CPI-യും ലീഗും കേരള കോൺഗ്രസും അടക്കമുള്ള ഭരണവർഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ടോൾ കമ്പനിയുടെ അടിയാന്മാരായി അവരുടെ പ്രചാരകരായി മാറിയപ്പോൾ, അവരുടെ ഭാഷ പറഞ്ഞാൽ ചില ഈർക്കിലി പാർട്ടികൾ നടത്തിയ സമരം കേരളം മുഴുവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് പാലിയേക്കരയിൽ നിന്ന് പോയൊരു മാർച്ച് ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആളുകൾ സമരത്തിലേക്ക് ഓടി വന്നത് ഞങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് ആ മാർച്ച് ചെല്ലുമ്പോൾ അവിടെ എത്തിച്ചേർന്ന ആളുകൾ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ആളുകൾ നൽകിയ സ്വീകരണങ്ങൾ, ഇതൊക്കെ വല്ലാത്ത ഊർജം പകർന്നുണ്ട്. TP ചന്ദ്രശേഖരന്റെ അവസാനത്തെ സമരമായിരുന്നു. TP ചന്ദ്രശേഖരൻ TP അവിടെ ഓഞ്ചിയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കാലം മുതൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതാവാണ്. അതിൻ്റെ സമരങ്ങളിലെല്ലാം TP വളരെ ആക്റ്റീവായിരുന്നു. പാലിയേക്കര സമരത്തിൻ്റെ പ്രത്യേകത, TP തൃശ്ശൂർ ജില്ലയിൽ അവസാനം നടത്തുന്ന പത്രസമ്മേളനം പാലിയേക്കര സമരത്തിന് വേണ്ടി തൃശ്ശൂർ പ്രസിഡന്റ് വെച്ചാണ്. ഞാനും ആ പത്രസമ്മേളനത്തിൽ TPയോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ കുന്നംകുളത്ത് വൈകുന്നേരം നടത്തിയ ഒരു വിശദീകരണ യോഗത്തിലാണ് TP തൃശ്ശൂർ ജില്ലയിൽ അവസാനമായി പങ്കെടുത്തത്. ഓഞ്ചിയത്തെ സഖാക്കന്മാർ ഇവിടെ വരെ, പാലിയേക്കര വരെ എത്തിയിരുന്നു. TP മരിക്കുന്നതിന് മുമ്പ് TPയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കർഷക സമര ഭൂമിയായ ഓഞ്ചിയത്തെന്ന് സഞ്ചാര സ്വാതന്ത്ര്യ ഭൂമിയായ പാലിയേക്കരയിലേക്ക് ഒരു പദയാത്ര എന്നുള്ളതായിരുന്നു TP അവസാന ദിവസം വരെയും ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ചർച്ച ചെയ്ത വിഷയം. അതെങ്ങനെ നടത്താം, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നായിരുന്നു. TP ഏറ്റവും ആക്റ്റീവായിട്ട് അവസാനം പങ്കെടുത്ത കേരളത്തിലെ ഓഞ്ചിയം വിട്ടുള്ള ഒരു സമര രംഗം പാലിയേക്കരയല്ല. ഈ സമരം ഇന്ന് വിജയിച്ചു എന്നോ അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നോ തോന്നുന്നുണ്ടോ? ആ സമരം 100% വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഒരു സമരം വിജയിച്ചോ വിജയിച്ചില്ലോ എന്ന് പറയുന്നത് ആ സമരം മുൻപോട്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു, ആ സമരത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ എന്നുള്ളതാണ്. പാലിയേക്കര സമരം വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറയുന്നത്, പാലിയേക്കര ടോൾ റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തു. ഈ സ്ഥലം ഏറ്റെടുത്ത ഒരു സ്ഥലത്ത് പോലും ഒരാളുകൾ പോലും അതിനു മുമ്പ് പ്രതിഷേധിച്ചിട്ടില്ല. സർക്കാർ വരും, പോലീസ് സഹായത്തോടെ അളക്കും, ആളുകൾ മാറിക്കൊടുക്കും. ഇത് തന്നെയായിരുന്നു. ഞങ്ങളുടെ വീട് പോകണമെന്നൊക്കെ അവർ കരയാറുണ്ട്, പക്ഷെ അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റാറില്ല. എന്നാൽ ഇവർക്ക് പലർക്കും സ്ഥലത്തിൻ്റെ വിലയും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ദേശീയപാതയ്ക്ക് വേണ്ടി 1 ഇഞ്ച് സ്ഥലം എവിടെ എടുത്താലും അതിൻ്റെ വില കൃത്യമായി സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ആ സമരം വിജയിച്ചു, അല്ലെങ്കിൽ ആ സമരം ഭരണവർഗത്തെ ഭയപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഭരണവർഗം ഭയപ്പെടുന്നോ എന്നുള്ളതാണ് ഒരു സമരത്തിൻ്റെ വിജയം. ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അപ്പോ ഈ ഒരു സാമ്പത്തികം ഇന്നും ആ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് തുടർച്ചയായിട്ട് ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും വളരെ പ്രോഫിറ്റിൽ, അതായത് അവർ ഇറക്കിയതിനേക്കാളും 100 ഇരട്ടിയിൽ കൂടുതൽ സാമ്പത്തികം അവർ ആർജിച്ചും കഴിഞ്ഞു. അതിപ്പോ ഹൈക്കോർട്ടിലാണെന്ന് തോന്നുന്നു അല്ലെ, ഹൈക്കോടതി അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇന്നും ആ സമരം കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ടോള് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് അത് സത്യത്തില് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ പൂർത്തീകരിക്കുന്നോർത്ത് ഈ സമരം എങ്ങനെയാണ് വിജയമാവുന്നത്? അവിടെയാണ് വിഷയം. ഇത് കോർപ്പറേറ്റ് കമ്പനിയുടെ മാത്രം ലക്ഷ്യമല്ലായിരുന്നു. ഇപ്പോൾ ഈ പാലിയേക്കര സമരം തുടങ്ങുന്നതിന് മുമ്പ് ദേശീയപാതയെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയ ദീർഘകാലമായ ചില പ്ലാനിങ്ങുകളുണ്ട്. നിങ്ങൾ ഈ സമരം വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതൊരു കുത്തക മുതലാളിമാരെക്കാൾ ധനമുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനോട് എടുത്ത നിലപാട് കൂടി പഠിക്കണം. ശ്രദ്ധിക്കുമ്പോഴാണ് ഈ സമരം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോയെന്നറിയുന്നത്. CPIM ഈ സമരം നടക്കുമ്പോൾ പ്രതിപക്ഷത്താണ്. എന്നാൽ അതിനു മുമ്പ് സഖാവ് VS അച്യുതാനന്ദൻ്റെ കാലത്ത്, മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ദേശീയപാത സ്വകാര്യവൽക്കരണം തുടങ്ങുന്നത്. അന്ന് സഖാവ് VSന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതാണ് ഈ സമരം ഈ കേരളത്തിലെ ദേശീയപാതകളിൽ ടോൾ വേണ്ട. കാരണം അതിന് മോഡലുണ്ട്. ഗോവയിലില്ല. ഗോവയിൽ ടോൾ റോഡില്ല. അവിടുത്തെ സർക്കാർ എടുത്ത നയപരമായ ഒരു തീരുമാനം. എന്നാൽ അതിനുശേഷം ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ്. ആരോപണമല്ല, ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പറയലും കൂടിയാണ്. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആകുന്നത് സഖാവ് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ ഇരിക്കുമ്പോഴാണ്. 3 മാസത്തേക്ക് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയും അന്നത്തെ ഭരണകക്ഷിയായ CPMന്റെ പത്രമായിരിക്കുന്ന ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല. 3 മാസം കഴിഞ്ഞാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന ദേശാഭിമാനിയുടെ മുൻപേജിൽ വരിക. അത് കേരളത്തിൽ ടോൾ റോഡുകൾ നടത്തണമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയാണ്. ഇത് ഒരു കാര്യമുള്ളത്, അന്ന് ആ സമരം നടക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ അതിൽ കൂടെ പോകുന്ന സമയത്ത് പാർട്ടിയിൽ അന്ന് അവിടെ ആ സമരത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ആൾക്കാർ VS അവിടെ വരും, ഇറങ്ങും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ VS അവിടെ ഒരിക്കലും ഇറങ്ങാതെ ആള് നേരെ പോവുകയാണ് ചെയ്തത്. അല്ല, അന്ന് വിഷ്ണു അവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് സംഭവിച്ചത്, രാവിലെ സമരസമിതിക്ക് ഒരു ഫോൺ വരുന്നു. സമരസമിതിയിലെ ഒരു വളരെ പ്രമുഖനായ കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനകീയ സമരങ്ങളിലൊക്കെ ആക്റ്റീവായി പങ്കെടുക്കുന്ന VSുമായി ഏറെ വ്യക്തിബന്ധമുള്ള ഒരാൾ പറയുന്നു, VS തൃശ്ശൂർ രാമനിലയത്തിലുണ്ട്. രാമനിലയത്തിൽ നിന്ന് സഖാവ് തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സമരപ്പന്തലിൽ കയറും. കാരണം അദ്ദേഹം അതിനു മുമ്പ് കാതിക്കൂടത്ത് പോയിരുന്നു. അതുപോലുള്ള ജനകീയ സമരങ്ങൾ നടക്കുന്ന പലയിടത്തും VS വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അന്ന് ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല. ഈ ഫോൺ വരുമ്പോൾ ഞാനില്ല. കാരണം അതിരാവിലെ ഫോൺ വരും. എന്നെ ആരോ വിളിച്ചു പറയുന്നു, VS വരും, വേഗം വസാമി എന്ന് പറഞ്ഞിട്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വേറൊരു CPMലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സ്വാമി VS വരില്ല കേട്ടോ. കാരണം ഞാൻ അന്ന് അറിഞ്ഞത് വൃന്ദാക്കരോട്ട് സഖാവ് VSനെ വിളിച്ച് ആവശ്യപ്പെട്ടു, ആ സമരപ്പന്തലിൽ നിങ്ങൾ പോകരുതെന്ന്. വിഷ്ണു എന്ന് കണ്ടതാണ്. സമരപ്പന്തലിലൂടെ വരുമ്പോൾ സമരപ്പന്തലിൻ്റെ മുമ്പിൽ മുഴുവൻ മാധ്യമങ്ങളും എല്ലാ പ്രസ് ഫോട്ടോഗ്രാഫറും നിൽക്കുമ്പോഴാണ് VSന്റെ വെളുത്ത കാർ അപ്പുറത്തുകൂടി പോകുന്നത്. ഒരു ടർക്കി ടൗര് കൊണ്ട് ചില്ലുപഴയും മൂടിയിട്ട് കിടന്നു പോയൊരു VSന്റെ ദയനീയ ചിത്രവും നമ്മൾ ഓർക്കുന്നുണ്ട്. കാരണം VSന് ആ സമരത്തോട് അനുഭവമുള്ളപ്പോൾ തന്നെ CPMന് ആ സമരത്തെ എതിർത്തേ പറ്റൂ. കാരണം കരാർ ഒപ്പിട്ടത് VSആണ്. VS സർക്കാരിൻ്റെ കാലത്താണ് ഈ റോഡ് 33 വർഷക്കാലത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നടപ്പാക്കിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണെന്നേ ഉള്ളൂ. ഇന്ന് പലരും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾ ഈ സമരത്തിൽ ഒറ്റപ്പെട്ടു. പിന്നീട് ജനം മാത്രമായിട്ട്, അതായത് പാർട്ടി ഇല്ലാതെ ജനങ്ങൾ മാത്രമായിട്ട് ഈ സമരം നടത്തേണ്ടി വന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അന്ന് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസും CPMും CPIയും കേരള കോൺഗ്രസും ലീഗും അടക്കമുള്ള കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ടോൾ കമ്പനിയുടെ ആളുകളായിരുന്നു. എതിരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വലിയ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാത്ത കുറച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമേ അതിനകത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമരത്തിൽ ഉണ്ടായിരുന്നു. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും ഇല്ലായിരുന്നു. അതൊരു വാസ്തവം തന്നെയാണ്. ഓക്കെ. ഇതില് ഇപ്പോ നമ്മുടെ അന്ന് BJPക്ക് ഉണ്ടായിരുന്നല്ലോ ഈ സമരത്തില്. ഇപ്പോ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ആള് അവിടെ മറ്റേ സഹമന്ത്രിയായിട്ട്
സംഭവം ആളെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ? ഒരു മാറ്റം വരില്ല, പാലിയേക്കര നല്ല ഉറപ്പാണ്. പാലിയേക്കര ഇല്ല. അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നത്തെ CPM-ന്റെ BJP-യുടെ അഖിലേന്ത്യാ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, അന്ന് സുരേന്ദ്രൻ BJP-യുടെ ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പോൾ പാലിയേക്കര ഒരു സമരം നടത്തി. ഒരു പകല് മുഴുവൻ യുവമോർച്ചക്കാർ കഞ്ഞിയും ചോറും ഒക്കെ റോട്ടിൽ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സത്യാഗ്രഹമുണ്ട്. അന്ന് സുരേന്ദ്രൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളിപ്പോഴും TCVയുടെ പുതുക്കാട് ഡിവിഷനിലേക്ക് അന്വേഷിച്ചാൽ ആ ഇത് ക്ലിപ്പ് അവിടെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബിക്കോസ് അവരെ ക്ലിപ്പ് കാണിച്ചു. BJP അധികാരത്തിൽ വന്നാൽ ആ നിമിഷം ഈ ടോളുകൾ ഞങ്ങൾ അടച്ചുപൂട്ടും. വെറും ഒരു വർഗീയ പാർട്ടിയായി മാത്രം കേരളത്തിൽ അറിയപ്പെടുന്ന BJP-യെ അവർ ജനകീയ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നു, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നൊരു മുഖംമൂടി ഉണ്ടാക്കാൻ നാഗേഷ് അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു പാലിയേക്കര സമരത്തിൽ അവരുടെ പങ്കാളിത്തം. അല്ലാതെ ഒരാത്മാർത്ഥതയില്ല. കാരണം അവരിപ്പോൾ 5 വർഷം കഴിഞ്ഞു. സുരേന്ദ്രൻ എൻ്റെ ഏറ്റവും വലിയ ഗോഡ് ഫാദർ എന്ന് പറയുന്ന മുരളി കേന്ദ്രമന്ത്രിയായിട്ട് 5 കൊല്ലം ഇരുന്നു. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ടോള് കമ്പനി ചെല്ലുമ്പോൾ കൊടുത്താൽ മതി. പക്ഷെ ഗഡ്കരി പറഞ്ഞത്, നിതിൻ ഗഡ്കരി എന്ന കേന്ദ്ര ഗതാഗതകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ് എല്ലാ വണ്ടിയുടെയും മുകളിൽ ചിപ്പ് വയ്ക്കും, നിങ്ങൾ വീട്ടിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടോൾ കമ്പനിയുടെ കാശ് കിട്ടും. ഇനി ടോൾ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു സമരം നടത്തുന്നവരെ വെടിവെച്ച് കൊല്ല്, പ്രശ്നമുള്ള കാര്യമില്ലെന്ന് പറഞ്ഞു. അത് സംഭവിക്കുന്നത് ഇത് തുടങ്ങുന്ന സമരം ഈ ടോൾ കമ്പനി തുടങ്ങുന്ന ആദ്യത്തെ അവരുടെ മുന്നേറ്റം നമ്മൾ തടഞ്ഞു. അന്ന് നടത്താൻ പറ്റിയില്ല, ടോള് നടത്താൻ പറ്റിയില്ല, തിരിക്കാൻ പറ്റിയില്ല. 2-ാം ദിവസം ബലം പ്രയോഗിച്ച് തന്നെ തിരിഞ്ഞു. 2-ാം ദിവസമാണ് CPIM-ൽ റെഡ് സ്റ്റാറിന്റെ പ്രവർത്തകർ അതിനകത്ത് കയറി അടിച്ചു പൊട്ടിച്ച്, ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ച്. ബിജുവും ബിജു അതിനകത്ത് പ്രതിയായില്ല. വേണുവും നമ്മുടെ കോനിക്കര ജയൻ സഖാവും ഒക്കെയാണ് അതിൽ പ്രതികൾ. അറസ്റ്റ് ചെയ്തു. അവരെയൊക്കെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തു, മർദ്ദിക്കുകയും ചെയ്തു അവിടേക്ക്. ഈ സമരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3-ാം ദിവസം ഇവരെന്തായാലും ഞങ്ങൾ പിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ജനകീയ സമരം പറഞ്ഞ് ഈ പിരിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല, ഇന്ന് പിരിവ് നടത്തിയില്ല, നമ്മൾ ടോൾ പ്ലാസയ്ക്കകത്ത് ജനങ്ങൾ. അപ്പോഴാണ് കമ്പനിയുടെ മുതലാളിയുടെ മകനാണെന്ന് പറയുന്നു, അയാൾ അവിടെ വന്നു. അയാൾ പോലീസുകാരോട് ചൂടായി, നിങ്ങൾക്ക് തോക്കുന്നത് നിങ്ങളെ ഇവിടെ നിർത്തേക്കുന്നുണ്ട്, ഇവരെ വെടിവെച്ചു കൊല്ലാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സമരസമിതി പ്രവർത്തകർ രൂക്ഷമായി പ്രതികരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞ് ഇയാളെ കൊണ്ട് ഇവിടുന്ന് പോകുന്ന അയാളുടെ സ്വയരക്ഷയ്ക്കുന്നല്ല എന്ന് പറഞ്ഞോടുകൂടിയെ കൊണ്ടുവരില്ല. കാരണം അവരുടെ ദർശനം ഞങ്ങളോട് കൂടെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങളുടെ കൂടെയുണ്ട്, സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനെതിരെ കുറച്ച് ആളില്ല പ്രസ്ഥാനങ്ങളായ അധികാരവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കുറേ MLA-മാർ പോലും നിയമസഭയിൽ ഇല്ലാത്ത കുറച്ച് ആളുകൾ കിടന്ന് ഉണ്ടാക്കുന്ന ഒരു സമരാഭാസം. അതിനെ തങ്ങളുടെ ധനത്തിന്റെ ദാർഷ്ട്യം ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നായിരുന്നു അവർ കണ്ടത്. ഈ സമരത്തിൽ ഒരടി നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തികം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് NH-47 ഇന്ന് റോഡിന് സ്ഥലമെടുത്താൽ കൃത്യമായി കാശ് കിട്ടുന്നുണ്ട്, മാർക്കറ്റ് വാല്യൂ കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ജനകീയ സമരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എങ്ങനെയുള്ള ഏത് സമരത്തിലേക്കാണെന്നാണ് സ്വാമി പറയുന്നത്? ഇപ്പോൾ ഇനിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമരമായിട്ട് എനിക്ക് തോന്നുന്നത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുചെല്ലേണ്ട ഒരു ഇതായിട്ട് തോന്നുന്നു, മുതലാളിത്തത്തിൻ്റെ എല്ലാ ദാർഷ്ട്യവും ജനങ്ങളിലേക്ക് പിടിക്കുന്ന ചില നയങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ദേശീയപാതയോട് ചേർന്നുള്ള വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ഥലം കൈമാറ്റം വല്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞാണ്, നമ്മുടെ ഈ പാലക്കാട് റൂട്ടിൽ കാർഷിക സർവകലാശാലയുടെയൊക്കെ അപ്പുറം ദേശീയപാതയുടെ അരികിൽ 25 ഏക്കർ സ്ഥലം വീതം മേടിക്കാൻ കുറേ പേര് നടക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ
ജനങ്ങൾക്ക് സഹായമെന്ന് തോന്നുന്ന രീതിയിൽ വളരെ നിരുപദ്രവകരമായ രീതിയിൽ സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞു. ഒരു റെയിൽവേ ലൈൻ കൂടി ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? കാരണം ഇവരുടെയൊക്കെ വികസനം, കാരണം വൻകിട കമ്പനികൾക്ക് സ്ഥലം എടുക്കണമെങ്കിൽ അതിലെ അവർക്ക് രണ്ട് സാധനം അത്യാവശ്യമാണ്: ലോറികൾ വരാനുള്ള വലിയ ഹൈവേയും പിന്നെ ട്രെയിനും. ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനല്ല ഒരു ലൈനോട് കൂട്ടാൻ പറയില്ല, കൂടുതൽ ഗുഡ്സ് വാഗണുകൾ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. ഉള്ള ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളെല്ലാം വെട്ടിച്ചുരുക്കുന്നവർ തന്നെ പറയാം, കൂടുതൽ യാത്രാ സൗകര്യം ഉണ്ടാക്കാൻ ഒരു ലൈനോട് വികസിപ്പിക്കാം. അതിൻ്റെ ഭാഗമാണ് മണ്ണുത്തിക്ക് അപ്പുറം 25 ഏക്കർ വീതം സ്ഥലങ്ങൾ ഒരുമിച്ചെടുക്കാൻ കുറേ വൻകിട കോർപ്പറേറ്റീവ് മുതലാളിമാരും ഏജന്റുമാർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവരവിടെ തമ്പടിക്കുക. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അയാളുടെ സ്ഥലം ചോദിച്ചുകൊണ്ട് ചെന്നിരുന്നു. അവർക്ക് 25 ഏക്കർ കുറഞ്ഞ് കൂടുതൽ സ്ഥലം കിട്ടണം. കാരണം 25 ഏക്കർ എന്ന് വെച്ചാൽ വെയർ ഹൗസുകൾക്കാണ്. വെയർ ഹൗസുകൾ നാട്ടുകാർക്ക് താമസിക്കാനല്ല, ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കാനല്ല, വൻകിട ബിസിനസ്സുകാർക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസാണ്. അവർക്ക് ആവശ്യം റോഡാണ്. ഈ റോഡ് വികസനം എല്ലാം അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഈ റോഡ് വികസനത്തിൻ്റെ പേരിലുള്ള സ്ഥലമെടുപ്പുകൾ ഇപ്പോൾ ഈ ദേശീയപാത അടക്കം എല്ലാം ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട. പ്രായോഗിക വികസനം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണ്? ഈ വികസനം എന്ന വാക്ക് നമ്മുടെ നാടിന് ചേർന്നതാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അല്ല, പ്രായോഗികമായിട്ടുള്ള ഒരു വികസനം അല്ല, ഈ വികസനത്തിനാണോ നമ്മുടെ നാടിന് ആവശ്യം, പുരോഗതിയാണോ? ആദ്യം ഈ വികസനം എന്ന വാക്ക് എന്തിനെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമ്മൾ നോക്കണ്ടേ. വികസിക്കേണ്ടത് തറയിൽ നിൽക്കുന്ന ഒന്നാണ് വികസിക്കുന്നത്. തറയിൽ നിൽക്കാത്ത ഒരു സാധനം എങ്ങനെ വികസിക്കുന്നത്? അത് പുരോഗതി അതിനാവശ്യം. അവനൊന്ന് തറയിൽ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് വികസനത്തെ സ്വപ്നം എഴുതാലോ. വികസനം എന്നതിനേക്കാളും അപ്പുറത്തേക്ക് കേരളയില് വികസനമായിട്ട് ഇപ്പൊ അടുത്തിടെ ഏറ്റവും വലിയ ചർച്ച നടന്നത് കേരളയില. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഇതിനകത്ത് ഭയങ്കര തിരക്ക്, ഇത് തീവണ്ടിയിൽ കയറാൻ ഭയങ്കര ഇടി. ഇത് കേരളയിൽ വന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിരന്തര പ്രചരണം നടത്തുന്ന ഒരു വലിയ സംഘമുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളുമുണ്ട്. ഞാനപ്പോൾ അവരോടൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഈ തിരക്ക് ഏതിൻ്റെ മുമ്പിലാണ്? ഇവരൊക്കെ വാർത്തയാക്കിയത് AC കമ്പാർട്ട്മെൻറ്റിനകത്ത് സാധാരണക്കാർ ഇടിച്ചു കയറുന്നു. ടിക്കറ്റ് ലെസ്സായിട്ടാണ് അവർ കയറുന്നത്. കാരണം അവർക്ക് സാധാരണ നിരക്കിൽ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറച്ചു, സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറച്ചു. എന്നിട്ട് അതിനൊക്കെ AC-യുടെ തിരക്ക് നമ്പറുകൾ കൂട്ടി. അന്നേരം ഇവിടെ കയറിയവർ അവർ കാശ് കൊടുക്കാതെ AC-യിൽ ഇടിച്ചു കയറുന്നു. അങ്ങനെയുള്ള ജനങ്ങൾ അതിൻ്റെ 4 ഇരട്ടി ചെലവ് വരുന്ന, ടിക്കറ്റ് ചാർജ് കൂടുതൽ വരുന്ന കേരളയിൽ കയറി യാത്ര ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് ജനങ്ങളുടെ വികസനമല്ല, ജനങ്ങളുടെ പുരോഗതിക്കല്ല എന്ന് വ്യക്തമാണ്. ആം ആദ്മി എന്ന് പറയുന്ന ഒരു പാർട്ടി ഡൽഹിയിൽ കാഴ്ചവെച്ച പുരോഗതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ആം ആദ്മിയുടെ ഡൽഹിയിലെ ഭരണം ഒരു തൊക്കിന് പുറത്തുള്ള ചികിത്സയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സാധാരണ ബേസിക് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക, തെരുവില് താമസിച്ചിരുന്ന ആൾക്കാർക്ക് വസതി ഒരുക്കി കൊടുക്കുക. ഇപ്പൊ ഞാൻ പറയാം, കഴിഞ്ഞ തവണത്തെ കേരളത്തിലെ LDF സർക്കാരിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്തായിരുന്നു അറിയാമോ? ഞങ്ങൾ കിറ്റ് കൊടുത്തില്ലേ. കേരള ജനത അതിൽ വീഴുകയും ചെയ്ത്. കിറ്റായിരുന്നു കഴിഞ്ഞ തവണ 2ാം ഊഴം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കൊടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. കിറ്റ് കൊടുക്കലിന്, കിറ്റ് മേടിക്കേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്ന് എന്നത് പരിഹരിക്കാതെ കിറ്റ് കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഒരു നേതാവ്, ഇപ്പം അടുത്തിടെ ഒരു വനിതാ നേതാവ്, അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ പിതാവ് എൻ്റെ കോപ്പ SF-ലുണ്ടായിരുന്ന ആളാണ്, ഏണസ്റ്റ്. അപ്പോൾ അവർ പറഞ്ഞ് ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എടുത്ത് ഞങ്ങൾ പൊടിച്ചോറ് വരുന്നില്ലേ. അത് പറയുമ്പോഴും മുഖം കണ്ണുമോ ഞാനിപ്പോഴും ഓർക്കുന്നു.
നമ്മൾ പൊതിച്ചോറ് തരുന്നില്ലേ, മരുന്നില്ല എന്ന് പറഞ്ഞപ്പോ പറയാ പൊതിച്ചോറില്ലേ. പൊതിച്ചോറ് അവരുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരുന്നത് അല്ല, അതിലും കൂടുതൽ വേറൊരു വിഷയമുണ്ട്. ഈ പൊതിച്ചോറ് മേടിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ ജനത്തെ എത്തിച്ചാരാ? അവന്റെ ദാരിദ്ര്യാവസ്ഥ അവനെ പൊതിച്ചോറ് മേടിക്കാൻ ബേസിക് ആയിട്ടുള്ള നീഡാണ്. ബേസിക് നീഡിലേക്ക് ബേസിക് നീഡിന് മുടക്കാൻ കാശില്ലാതെ വരുന്നത് കൊണ്ടാണ് അവൻ ഈ ബേസിക് നീഡിന് ഭിക്ഷ എടുക്കാൻ പോകേണ്ടി വരുന്നത്. ക്യൂ ആയിട്ട് അവിടെ നിന്ന് ഇവർ കൊടുക്കുന്ന പൊതിച്ചോറ് കൈനീട്ടി മേടിക്കുന്നത് ഏതൊരുത്തിന്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അവൻ്റെ കയ്യിൽ 70 രൂപ ഉണ്ടെങ്കിൽ അവൻ ആ ഹോട്ടലിൽ പോയി ചോറ് മേടിച്ചേനെ, അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കറിയും കൂട്ടി ചോറ് മേടിച്ചേനെ. ഈ 70 രൂപ ഇല്ലാത്തതുകൊണ്ടാണ് ഇവന് ഈ ക്യൂ നിൽക്കേണ്ട വരുന്നത്. ആ പൊതിച്ചോറ് കൊടുക്കുന്നത് പുരോഗതിയാണ് എന്ന് പറയുന്ന, പുരോഗതിയിലേക്കുള്ള സ്റ്റെപ്പ് പോലെയാണെന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ സൗജന്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം അവർ മാത്രമല്ല, കർണാടകത്തിൽ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ബസ്സിന് ടിക്കറ്റ് വേണ്ട, തമിഴ്നാട് കൊടുക്കുന്നുണ്ട്. ഇതാണോ പുരോഗതി? പക്ഷെ മറ്റൊരു രീതിയിൽ കാണുന്നത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ആം ആദ്മിനെ എന്താ പറയാ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. ഡൽഹിയിലുള്ള അവരുടെ ഭരണത്തിലും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള അവന്റെ ആവശ്യങ്ങൾ, ഇപ്പൊ ഇലക്ട്രിസിറ്റി പോലെയുള്ള അവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു സേവിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വാടക വീട്ടിൽ നിൽക്കുന്നവർക്ക് അത് കഴിയുന്നില്ല. ഇല്ല, തെരുവിൽ ജീവിക്കുന്നവന് പോലും ഒരു ദിവസം ജീവിക്കണമെങ്കിൽ മിനിമം ഒരു 500 രൂപ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ബേസിക് ആയിട്ട് ജനങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെ കൊടുക്കുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എനിക്ക് തോന്നുന്നത്, ഞാൻ നടരാജ ഗുരുവിന്റെ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു ആത്മീയ പുരുഷനാണ്, ആദരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാരായണ ഗുരുവിനെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരാളാണ് നടരാജ ഗുരു എന്ന് വിശ്വസിക്കുന്നവനെ ഞാൻ. പക്ഷെ നടരാജ ഗുരു തന്നെ പറയുന്നുണ്ട്, ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതി എന്നുള്ളത് ഭിക്ഷ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഗുരു ഒരു പുസ്തകത്തിൽ, ഗുരുവിന്റെ ആത്മീയാനുഭവത്തിൽ ഈ ഹിമാലയത്തിൽ പോയി വരുമ്പോൾ നിത്യനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ പറയുന്നതാണ്, ഇത്രയും നല്ല സംസ്കാരം എവിടെയുള്ളത്? ഇത് ഭിക്ഷ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സംസ്കാരം. അതായത് ഭിക്ഷ വാങ്ങിക്കാനുള്ളവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭിക്ഷ കൊടുക്കുന്നവന് നല്ല അവന്റെ സംസ്കാരം കാണിക്കാൻ പറ്റൂ. അതിന് പകരം ഭിക്ഷ മേടിക്കേണ്ടാത്ത ഒരവസ്ഥയിൽ ഇവനെ എത്തിക്കുക എന്നുള്ളത്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ ആദ്യമേ തന്നെ എന്നെ പ്രസ്ഥാനം ചോദിച്ചപ്പോ, എന്റെ ചിന്താഗതി ചോദിച്ചപ്പോ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്നത്തെ ഒരു പാർട്ടി വ്യവസ്ഥയോടും നിങ്ങൾക്ക് താല്പര്യമില്ല? ഇല്ല. ഒരു ബ്രാൻഡഡ് നെയിമായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയോടും നിങ്ങൾക്ക്? അല്ല, ഞാൻ ഇവരൊന്നും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ബ്രാക്കറ്റ് ചെയ്യുന്ന ഒരു പാർട്ടികളെയും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കാണുന്നതൊന്നുമല്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിന്താഗതി വേണ്ടത് ഭിക്ഷ കൊടുക്കുന്ന സാംസ്കാരിക ഉന്നതിയല്ല, ഭിക്ഷ വാങ്ങാൻ ആളില്ലാത്ത ഒരു സാംസ്കാരിക ഉന്നതി, ഉന്നതിയിലേക്ക് ജനങ്ങൾക്കും അതിനുള്ള എന്താണ് ഡൽഹി സർക്കാർ ചെയ്തതെന്നാണ് ഞാൻ ആം ആദ്മിക്കെതിരെ എൻ്റെ സുഹൃത്തുക്കളോട് വിമർശനം ഉന്നയിക്കാറുള്ളത്. ഇവര് ചാർജ് കുറച്ചതിനൊന്നും ഞാൻ എതിരില്ല, അതൊക്കെ നല്ലത് തന്നെ. കാരണം അതുകൊണ്ട് ഈ കഴിഞ്ഞ തണുപ്പ് കാലത്ത് ഹീറ്റർ വീട്ടിൽ ഉപയോഗിച്ച ഒത്തിരി ഡൽഹി നിവാസികളെ, എൻ്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം. അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി സാർ ബില്ല് കൊടുക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഹീറ്റർ ഇട്ടിട്ട് വിറയ്ക്കുന്നില്ല. നേരത്തെ ഹീറ്റർ ഇടാൻ പേടിയാ, ബില്ല് ഓർക്കുമ്പോഴത്തേക്കും ഹീറ്റർ ഇടുമ്പോഴത്തേക്കും വിറവ് കൂടുന്നല്ലേ. അതില്ലാതെയാക്കി, അതിൽ ഞാൻ സമ്മതിക്കുന്നു, ഒരു താൽക്കാലിക പരിഹാരമായത്. പക്ഷേ ഈ പാരസെറ്റമോൾ കൊടുത്ത് പനി മാറ്റുന്ന പോലെ മാത്രമാണ് ഇങ്ങനത്തെ കൊടുക്കൽ എന്നുള്ളതാണ്. നിലനിൽക്കുന്ന ഒരു പാർട്ടി വ്യവസ്ഥിതിയോടും താങ്കൾക്ക് താല്പര്യമില്ല? താല്പര്യമില്ലാത്തത് വേറെ അനുഭാവിയല്ല, അല്ലാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ, ഇവർ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ജനങ്ങളുടെ പക്ഷത്തല്ല നിൽക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പക്ഷത്തല്ല നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവരോട് താല്പര്യമില്ല. സ്വതന്ത്രനായ കമ്മ്യൂണിസ്റ്റാണ് താങ്കൾ? കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും സ്വതന്ത്രനല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ കൃത്യമായി ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ്. അവൻ അതിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവന് സ്വതന്ത്രനായി നിൽക്കാൻ പറ്റൂ. താങ്കളുടെ നാട് ശരിക്കും എവിടെയാണ്? എന്റെ സ്വന്തം നാട് എറണാകുളം ജില്ലയാണ്, തൃപ്പൂണിത്തുറ. പക്ഷെ വളർന്നതെല്ലാം മുളന്തുരുത്തി. വീട് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഹാപ്പിയാണോ? ഞാൻ തിരഞ്ഞെടുത്ത ഒരു ജീവിതമായതുകൊണ്ട് ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ ഒരു ജീവിതം ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ തിരഞ്ഞെടുത്ത ഒരു ലൈഫായത്.
തീർച്ചയായിട്ടും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായത് EMS AKG ഒന്നും വായിച്ചിട്ടില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രവും വായിച്ചിട്ടില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായത് എൻ്റെ നാട്ടിൽ ഡയറിയും കക്ഷത്തിൽ വെച്ച് നടക്കുന്ന ഒരു സഖാവിനെ കുറിച്ച് കോൺഗ്രസ്സുകാരനായ എൻ്റെ പിതാവ് പറഞ്ഞൊരു കമൻ്റ്. എൻ്റെ അച്ഛൻ പോലീസുകാരുമായിട്ടുള്ള ഒരു ചർച്ചയിൽ അച്ഛൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പള്ളിയൻ സഖാവ് പള്ളിയൻ അങ്ങനെ പറഞ്ഞോ, എങ്കിൽ അതുപോലെ ചെയ്തു, കാരണം അയാൾ നുണ പറയില്ല, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചത് ആ സഖാവിൻ്റെ ജീവിതം. രണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, നിനക്ക് കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് അറിയണോ എന്ന് ചോദിച്ചിട്ട് അച്ഛനൊരു പുസ്തകം തന്നെ, മാക്സിം ഗോർക്കിയുടെ അമ്മ. മാക്സിം ഗോർക്കിയുടെ അമ്മ വായിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന് തുടങ്ങുന്ന മാക്സിം ഗോർക്കിയുടെ അമ്മ വായിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ. അല്ലാതെ ഞാൻ ഒരു തത്വശാസ്ത്രങ്ങളോ ഞാൻ മൂലധനമൊന്നും കേട്ടിട്ടുമില്ല. എൻ്റെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഈ എടുക്കപ്പൊട്ടാത്ത ഗ്രന്ഥമൊന്നും അന്ന് ഞങ്ങളുടെ പബ്ലിക് ലൈബ്രറി പോലും ഇല്ല, വോളിയം ബേസ് ചെയ്തിട്ട് പോലും കിട്ടാനില്ല. അല്ല, അന്ന് അവിടെ ഇല്ല. തീർച്ചയായിട്ടും. ആകെ ഇറങ്ങുന്നത് പ്രഭാത ബുക്സിൻ്റെ ചില പുസ്തകങ്ങൾ വരും, പിന്നെ പ്രോഗ്രസീവ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ ചില പുസ്തകങ്ങൾ വരും. ഇതെല്ലാവേ വരുന്നുള്ളൂ. ഇതൊന്നും വായിച്ചിട്ടല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. പിന്നീട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായ ശേഷമാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്നറിയാനാണ് മാർക്സിം ഗോർക്കി മാനിഫെസ്റ്റോ ഒക്കെ വായിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനമൊക്കെ വായിക്കുന്നത്. അതെൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇന്ന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയുമോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ പാർട്ടിയിൽ ചെന്ന് പെടില്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്ന് പെടുന്നത്, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കന്നി എന്ന കന്നും കൂട്ടത്തില്ല. ഒരിക്കലും കന്നി എന്ന് കുതിരലായത്തിൽ കയറാറില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതിരിക്കും എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ അതിനകത്തേക്ക് ചെല്ലുന്നത്? അവരാരെയും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നുമില്ല. വ്യക്തിപരമായി എനിക്ക് സൗഹൃദമുള്ള ഒത്തിരി വ്യക്തിത്വങ്ങൾ ഉണ്ട് ഈ പ്രസ്ഥാനങ്ങളുടെ ലീഡർഷിപ്പിൽ തന്നെയുണ്ട്. എടാ പോടാ എന്ന് വിളിക്കുന്ന, വഴി വെച്ച് കണ്ടാൽ എന്താണെന്ന് തോളത്തിലും ഒത്തിരി നേതൃത്വത്തിലുള്ളവരുണ്ട്. പക്ഷെ ഞാൻ അവരാരെയും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കാണാറില്ല. ഞാൻ പറയാറുമുണ്ട്, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവര്? സുഹൃത്തുക്കളാണ്. സുഹൃത്ത് ബന്ധത്തിന് അതൊന്നും തടസ്സമല്ല. തീർച്ചയായിട്ടും. രാഷ്ട്രീയമോ ഒന്നും തടസ്സമൊന്നുമില്ല. ജനത്തെ ദ്രോഹിക്കാത്ത ഏതൊരു വ്യക്തിയോടും സൗഹൃദം കൂടുന്നതിന് എനിക്ക് ഒരു മടിയില്ല. സന്തോഷം. എന്തായാലും സാബേട്ടാ, വളരെ സന്തോഷം ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ. ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വതന്ത്രരായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ ഉൾക്കൊണ്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവർക്ക് സാമ്പത്തികത്തിന്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ഊർജ്ജമുണ്ട്. സമൂഹം എന്ന് പറയുന്ന ഒരു ഊർജ്ജത്തെ വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ഈ സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റും? സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത 16 ലക്ഷക്കണക്കിന് ജനകോടികളുള്ള ഒരു നാട്ടിൽ ഒരുവൻ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയാൽ അവൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കാൻ പറ്റും? അവനെങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാകും? ജനത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവനാ കമ്മ്യൂണിസ്റ്റുകാരൻ, അവനെ പോലെ നിൽക്കുന്നവനാ. സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ സാമ്പത്തിക ഭദ്രത ഉള്ളവനാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല. കാരണം ആ ജനത്തിൽ ഞാൻ എന്തായാലും ജീവിതോർജ്ജം ഉൾക്കൊണ്ട് ജീവിതോർജ്ജത്തോട് തന്നെ മുന്നോട്ട് പോകാൻ, കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ താടി മീശയൊക്കെ നിറച്ചിട്ടുള്ളൂ, ഇപ്പോഴും ചെറുപ്പം തന്നെയാണ് അല്ലേ? എന്റെ അമ്മയ്ക്ക് ഞാൻ ഇന്നും കൊച്ചുമോനാ. അതെ, ഒറ്റമോനായതുകൊണ്ട് കൊച്ചുമോനാ. അതുകൊണ്ട് ഞാൻ കൊച്ച. അതെ. അപ്പൊ എല്ലാരോടും ഒരു ബൈ. ബൈ. ബൈ.